അപ്പം അലമീൻ വെരി ഗുഡ് മോർണിംഗ്. മെഡിസെപ്പ് വെന്റിലേറ്ററിലായി എന്ന് തോന്നുന്നു. ഒരു ഭാഗത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ സമ്മർദ്ദം, മറുഭാഗത്ത് പ്രീമിയം കൂട്ടുന്നതിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് എതിർപ്പ്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അലമീൻ? സർക്കാർ പ്രതിസന്ധിയിലാണോ? അരുണി, പ്രീമിയം എമൗണ്ട് കൂട്ടുന്നതിലല്ല ഉദ്യോഗസ്ഥർക്ക് എതിർപ്പ്. അവരുടെ പ്രശ്നം ഈ പദ്ധതി വേണ്ടത്ര ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ഈ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർ അഭിമുഖീകരിക്കുന്നത്. ഒന്ന്, ഈ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ചിലവാകുന്ന തുക പൂർണ്ണമായും ഇൻഷുറൻസ് കമ്പനി ആശുപത്രിക്ക് നൽകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ചിലവാകുന്നതിന് നല്ലൊരു പങ്ക് ഉദ്യോഗസ്ഥർ സ്വന്തം പോക്കറ്റിൽ, ഇൻഷുറൻസ് പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞാലും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ജീവനക്കാർക്കുള്ളത്. മറ്റൊന്ന്, പല ആശുപത്രികളിലും ഈ മെഡിസെപ്പുമായി ടൈപ്പില്ല. ടൈപ്പുള്ള ആശുപത്രികളിൽ വേണ്ടത്ര ചികിത്സാ സൗകര്യമില്ല. അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഈ മെഡിസെപ്പിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിനായി പോയി കഴിഞ്ഞാൽ രണ്ടാം കിട പൗരന്മാരെ പോലെ ആശുപത്രി അധികൃതർ കാണുന്നു എന്നുള്ളൊരു പരാതിയാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി പറയുന്നത് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ എമൗണ്ട് അവരുടെ കയ്യിൽ നിന്നാവുകയാണ്. അതുകൊണ്ട് ആണ് ഈ ആനുകൂല്യങ്ങൾ കുറയുന്നത്. അതുകൊണ്ട് പ്രീമിയം എമൗണ്ട് വർദ്ധിപ്പിച്ചാൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാമെന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനി സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ അംഗീകരിക്കാൻ ജീവനക്കാർ തയ്യാറുമല്ല. ഏതായാലും അടുത്ത വർഷം ജൂണിൽ ഈ പദ്ധതിയുടെ 3 വർഷ കാലാവധി കഴിയുകയാണ്. അത് പുതുക്കണമോ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണമോ എന്നുള്ള ആലോചനയിലാണ് സർക്കാർ ഉള്ളത്. അങ്ങനെ പുതുക്കണമെങ്കിൽ, ആ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ, അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ സ്വാഭാവികമായും പ്രീമിയം എമൗണ്ട് വർദ്ധിപ്പിക്കണം. നിലവിൽ പ്രതിമാസം 500 രൂപയാണ് ജീവനക്കാരിൽ നിന്ന് ഈടാക്കുന്നത്. ആ തുക നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചാൽ മാത്രമേ രണ്ടാം ഘട്ട പദ്ധതിയിലേക്ക് കടക്കാനാകൂ. അങ്ങനെ വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന് ഇൻഷുറൻസ് കമ്പനി പറയുന്നു. നിലവിലെ സാഹചര്യത്തിലാണെങ്കിൽ അങ്ങനെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചതുകൊണ്ടും ഗുണമില്ല, പദ്ധതിയിൽ തുടരാൻ സാധ്യതയില്ല എന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു. ചുരുക്കി പറഞ്ഞാലും ഈ പ്രീമിയം തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതിനെ വലിയ രീതിയിൽ എതിർപ്പുകൾ ജീവനക്കാർ ഉയർത്തുന്നുണ്ട്. ഏതായാലും അടുത്ത ദിവസം സർക്കാർ ഈ സർവീസ് സംഘടനയുമായി ഒരു ചർച്ച നടത്തും. ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമോ അതിൽ നിന്ന് പിന്മാറണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. അങ്ങനെ പിന്മാറുകയാണെങ്കിൽ പഴയ റീഇംബേഴ്സ്മെന്റ് പദ്ധതിയിലേക്ക് പോകും. ജീവനക്കാർ പറയുന്നത്, ഉദ്യോഗസ്ഥർ പറയുന്നത് അതാണ് തങ്ങൾക്ക് ഗുണം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു അലമീൻ. എന്തായാലും മെഡിസെപ്പ് പദ്ധതി വേണ്ട പോലെ അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. ചില ഉദ്യോഗസ്ഥരെങ്കിലും പറയുന്നത് അത് ഒട്ടും ആകർഷണീയമല്ല എന്നുള്ളതാണ്. മാസം 500 രൂപ കൊടുക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ അതിനനുകൂലമായിട്ടുള്ള അതിനുള്ള ഒരു സേവനം കിട്ടുന്നില്ല എന്നാണ്. പല ആശുപത്രികളിലും മെഡിസെപ്പ് പദ്ധതി വർക്കിംഗ് അല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ആശുപത്രികളിൽ പോകാൻ കഴിയുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. സാധാരണ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഈ കാർഡൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ മെഡിസെപ്പ് എത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിന് ഈ പ്രീമിയം പോരാ എന്നതാണ് ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നത്. എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം.